അമ്മ പറഞ്ഞ മക്കളെ അച്ഛൻ്റെ വീട്ടുകാർ വളരെ കുഴപ്പമുള്ള ആൾക്കാരാണ്, സൂക്ഷിക്കണം, അവിടെ അങ്ങ് പോകരുത്. ഒരു വലിയ സാമ്പത്തിക ശേഷിയുള്ള ഒരു വീട്ടിലെ കാരണവർ അവരുടെ വീട്ടിൽ ഇരുന്നു കൊണ്ട് ഫോൺ ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞാൽ മതി അത് എൻ്റെ ആളാ വിട്ടരെന്ന് പറഞ്ഞാൽ വിടുന്ന ആ ഒരു വല്ലാത്തൊരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ എന്നെ പോലത്തെ കുഞ്ഞിനെയൊക്കെ കൊല്ലാനും ഒരു പാടുമില്ലാത്ത കാലഘട്ടം. കൊല്ലം ചിന്നക്കട വെച്ച് കുത്തി അല്ല ഒരു മുസ്ലിം സഹോദരൻ മരിച്ചുപോയി. ഈ ഫാമിലിയാണ് എൻ്റെ അച്ഛൻ്റെ ഫാമിലി. അത് മനഃപൂർവ്വം ചെയ്തതായിട്ട് ഞങ്ങൾക്ക് തോന്നുള്ളൂ. നിങ്ങൾക്ക് അങ്ങനെ തോന്നും. പക്ഷെ നിങ്ങൾ കോടതി പോയപ്പോൾ നിങ്ങളുടെ സുഹൃത്തിനോട് വളരെ രഹസ്യമായിട്ട് ഈ ഒരു കാര്യം പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ സ്കൂളിൽ ചേർക്കുന്ന സമയത്ത് എന്തായാലും ആ ഒരു കോളത്തിൽ ഫില്ല് ചെയ്യേണ്ടി വരും. മമ്മി ആരാണ്, അച്ഛൻ ആരാണ്, പേരെന്താണ്. അപ്പൊ മുരളി ജയൻ തന്നെയായിരുന്നല്ലോ സ്കൂളിലെയും പേര്. അന്ന് ആർക്കും അറിയില്ലായിരുന്നു ജയന്റെ മുരളി ജയൻ എന്ന പേരല്ല മോളെ എനിക്ക് പറയണ്ടേ. എനിക്ക് ആക്ച്വലി പറയണ്ടേ കൃഷ്ണൻ നായരുടെ പേര്, അച്ഛന്റെ യഥാർത്ഥ പേര്. ആയിക്കോട്ടെ, ഞാൻ ചോദിച്ചത് അവിടുത്തെ കാര്യം അതും പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞു അമ്മ പറഞ്ഞ മക്കളെ അച്ഛൻ്റെ വീട്ടുകാർ വളരെ കുഴപ്പമുള്ള ആൾക്കാരാണ്, സൂക്ഷിക്കണം, അവിടെ അങ്ങ് പോകരുത്. അമ്മയ്ക്ക് പേടിയായിരുന്നു. അച്ഛൻ എന്നെ കൊണ്ടുപോയി വളർത്താനുള്ള പല ശ്രമങ്ങളും അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്ന സൈഡിലൂടെ. പല ആളുകളെയും വിട്ടു എൻ്റെ കുഞ്ഞിനെ എനിക്ക് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ചേർത്ത് പഠിപ്പിക്കണം, അവനെ നല്ല നിലയിൽ എത്തിക്കണം, അതുകൊണ്ട് തങ്കമ്മയുടെ ഞങ്ങളുടെ കൂടെ വാ, എൻ്റെ കൂടെ വാ, നമുക്ക് ഒരുമിച്ച് താമസിക്കാം, സ്ഥലവും വീടും പിടിച്ചൊക്കെ ഇങ്ങനെയൊക്കെ പല വലിയ അമ്മയ്ക്കൊരു സംശയമായിരുന്നു. മീൻസ് എന്നെ തപ്പിക്കൊണ്ട് പോയിക്കൂടായില്ല. അമ്മ സ്കൂളിൽ ചേർക്കാൻ പോയപ്പോൾ എനിക്കിപ്പോഴും അത് ഓർമ്മയുണ്ട്. എൻ്റെ വീടിനടുത്തുള്ള ഗൗരി എന്ന് പറഞ്ഞൊരു അമ്മയുടെ ഒരു അകന്ന ബന്ധു, എൻ്റെ അമ്മയും അവരുടെ സാവിത്രി പോറ്റി, രാധാകൃഷ്ണൻ അവൻ്റെ പേര്, പോറ്റി സാവിത്രി ഞങ്ങൾ 3 പേരാണ് 1ാം ക്ലാസ്സിലേക്ക് കച്ചേരി സ്കൂളിൽ കൊണ്ട് ചേർക്കുന്നത്. അവിടെ വെച്ച് ഈ ഫോം ഇല്ലെങ്കിൽ നമ്മുടെ ഈ എന്താ നമ്മുടെ ജനറൽ സർട്ടിഫിക്കറ്റ് അങ്ങനെയൊന്നും കാണിക്കുന്ന ഒരു ഓർമ്മയൊന്നുമില്ല. ജസ്റ്റ് പറയുവാണ്. എൻ്റെ സർട്ടിഫിക്കറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ 20/5/1972. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഡേറ്റ് 1. എല്ലാ കൂട്ടുകാരുടെയും ഡേറ്റ് 20/5/1972. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എനിക്കൊരു ഓർമ്മയുണ്ട്. അച്ഛൻ്റെ പേര് ചോദിച്ചാൽ അമ്മ രാമകൃഷ്ണൻ ആചാരി എന്ന് പറഞ്ഞു കൊടുത്തത് എനിക്ക് നല്ല ഓർമ്മ ഇപ്പോഴും ഉണ്ട്. അച്ഛൻ്റെ പേര് ചോദിച്ചപ്പോഴോ? അപ്പം അമ്മയുടെ അച്ഛൻ്റെ പേര് ചോദിക്കുമല്ലോ. അപ്പോൾ രാമകൃഷ്ണൻ ആചാരി എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ ഈ ഗൗരിയമ്മ എന്ന് പറഞ്ഞി അതെന്തിനാ രാമകൃഷ്ണൻ ആചാരി പറയുന്നത്, അവൻ്റെ അച്ഛൻ്റെ പേര് കൃഷ്ണനായിട്ട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു വേണ്ട, അതെൻ്റെ കുഞ്ഞിന് പ്രശ്നമാവും, എൻ്റെ കുഞ്ഞിനെ അവരാരെയും തപ്പിക്കൊണ്ടു, പിന്നെ അവരെന്തെങ്കിലും പ്രശ്നമാവും, അതുകൊണ്ട് അമ്മ ആ പേര് മനഃപൂർവ്വം അവിടെ കൊടുത്തിട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അത് സത്യമായൊരു കാര്യമാണ്. അമ്മയ്ക്ക് കൊടുക്കാമായിരുന്നു, പക്ഷെ എന്തോ അമ്മ കൊടുത്തില്ല. ഈ ഗൗരിയമ്മ പറഞ്ഞിട്ട് പോലും അമ്മ പറഞ്ഞു വേണ്ട, എൻ്റെ കുഞ്ഞിൻ്റെ പേര് അങ്ങ് വെക്കണ്ട, കാര്യം അവരെ എൻ്റെ കുഞ്ഞിനെ പിടിച്ചോണ്ട് പോകും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും, അതുകൊണ്ട് വേണ്ടെന്ന് പറഞ്ഞ് ഒഴിച്ചു മാറ്റി. എന്തിനായിരിക്കും ജയന്റെ ഫാമിലി മകനെ തട്ടിക്കൊണ്ടു പോകും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്? മോളെ ആ കാലഘട്ടം നിങ്ങളുടെ ഈ 2000-ലെ കാലഘട്ടമല്ല. പഴയ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഒരു സമുദായം ഭരിക്കുന്ന കാലഘട്ടമാണ്. മീൻസ് പ്രത്യേകിച്ച് നായർ സമുദായം, സാമ്പത്തികമുള്ള വലിയ മുസ്ലിം സമുദായം, അങ്ങനെയൊക്കെയുള്ള വലിയ സാമ്പത്തിക ശിക്ഷ ഉള്ളൊരു ഭരിക്കുന്ന കാലഘട്ടമാണ്. നമുക്ക് ആ പല കാലഘട്ടത്തെക്കുറിച്ച് അറിഞ്ഞിടാം. എന്ന് പറഞ്ഞാൽ ഒരു പോലീസ് കേസ് ഉണ്ടായാൽ, ഒരു വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ, അല്ലെങ്കിൽ നാട്ടിലൊരു പ്രശ്നം ഉണ്ടായാൽ, ഒരു വലിയ സാമ്പത്തിക ശേഷിയുള്ള ഒരു വീട്ടിലെ കാരണവർ അവരുടെ വീട്ടിൽ ഇരുന്നു കൊണ്ട് ഫോൺ ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞാൽ മതി അത് എൻ്റെ ആളാ വിട്ടരെന്ന് പറഞ്ഞാൽ വിടുന്ന ആ ഒരു വല്ലാത്തൊരു കാലഘട്ടമാണ്. പക്ക ക്രിമിനൽസ് ഭരിച്ചിരുന്ന കാലഘട്ടമാണ് ഈ പറഞ്ഞ 1970, 80, 65 കാലഘട്ടമെല്ലാം. പക്ക തെരുവ് ഗുണ്ടകൾ. കേട്ടിട്ടുണ്ടോ 18 രാജ്യം എന്ന് കേട്ടിട്ടുണ്ടോ? പള്ളിമുക്കിൽ അച്ഛൻ കുടുംബം അമ്മ കുടുംബമുള്ളതല്ലേ? 18 രാജ്യം അറിയാവോ? കൊല്ലം ജില്ലയിൽ നമ്പർ 1 കേടികളാണ് പറഞ്ഞത്. 18 രാജ്യം എന്നറിയപ്പെടുന്ന കണ്ടിട്ടുണ്ടോ? ആളിനെ ഒരു മുസ്ലിമാണ്, അടിപൊളിയാണ്, ഭയങ്കര ഹൈറ്റ്, സുന്ദരനാണ്. 18 രാജ്യം എന്ന് പറഞ്ഞൊരു ഭയങ്കര ടീമാണ്. ആ കാലഘട്ടത്തിൽ ജനിച്ച വ്യക്തിയെ ഞാൻ. അമ്മ എൻ്റെ ജനനത്തിന് ശേഷം ഒറ്റപ്പെട്ടു പോയി. അമ്മയ്ക്ക് 2 ആങ്ങളമാർ 2 ചേച്ചിമാരുണ്ട്. അതിലൊരാങ്ങളെ അമ്മയെ ഉപേക്ഷിച്ച് കണ്ട നായന്മാരെയൊക്കെ പിടിച്ച് കൊച്ചിനെ കൊണ്ടുവന്നു പറഞ്ഞ അല്ല, ഒരു മാമനെയുള്ള അമ്മയെ സംരക്ഷിച്ച. എങ്കിലും അവിടെ ഒന്നും വലിയ ആശ്രയത്തിന് അമ്മ പോകാതെ എന്നെ എൻ്റെ രീതിയിൽ വളർത്തി. ആ കാലഘട്ടത്തിൽ എന്നെ പോലത്തെ കുഞ്ഞിനെയൊക്കെ കൊല്ലാനും ഒരു പാടുമില്ലാത്ത കാലഘട്ടമാണ്. ഇവരുടെ കുടുംബത്തിലൊരാളുടെ പേര് ഞാൻ പറയട്ടെ. ജയൻ എന്ന് പറയുന്ന വ്യക്തിയുടെ കുടുംബത്തിലൊരാളുടെ പേരാണ് പിച്ചാത്തി ബാലൻ. എന്താ പറയുക പിച്ചാത്തി ബാലൻ എന്ന് പറഞ്ഞാൽ? കൊല്ലം ചിന്നക്കടയിലെ 2 മുസ്ലിം ലോഡിംഗ് തൊഴിലാളികളെ പിച്ചാത്തി ബാലൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരാളാണ്, കതിരുവല്ല. അയാൾ കൊല്ലം ചിന്നക്കട വെച്ച് കുത്തി അല്ല ഒരു മുസ്ലിം സഹോദരൻ മരിച്ചുപോയി, ഒരാൾ രക്ഷപ്പെട്ടു. ഈ ഫാമിലിയാണ് എൻ്റെ അച്ഛൻ്റെ ഫാമിലി. അമ്മയ്ക്ക് ഈ പിച്ചാത്തി ബാലനൊന്നും അറിയത്തില്ല. അമ്മ നിന്നപ്പോൾ പിച്ചാത്തി ബാലൻ വന്നില്ല. പക്ഷെ ക്രിമിനൽസുകളും ഉള്ള ഒരു ഫാമിലി. അമ്മയ്ക്ക് എന്തോ എന്നെ അങ്ങനെ സംരക്ഷിച്ച് വളർത്തണം തോന്നി, അങ്ങനെ എന്നെ പ്രത്യേക രീതിയിൽ വളർത്തി. അച്ഛൻ്റെ കുടുംബമായിട്ടൊന്നും എന്നെ വിട്ടുകൊടുത്തില്ല. അത് എന്താണെന്ന് വെച്ചാൽ അതെൻ്റെ അമ്മയ്ക്ക് അറിയാവുള്ളൂ. ഒരു പക്ഷേ അച്ഛൻ്റെ ഭാവിയായിരിക്കും അമ്മ ഉദ്ദേശിച്ചത്. ഞാനും എൻ്റെ കുഞ്ഞും അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടാവുന്നില്ല, എൻ്റെ കുഞ്ഞിനെ എനിക്കറിയാൻ വളർത്താൻ.
അങ്ങനെ കൊണ്ടുപോകണം. അങ്ങനെയാണെങ്കിൽ മരിച്ചതിന് ശേഷം അമ്മയ്ക്ക് അങ്ങനെ തന്നെ ചിന്തിച്ചൂടായിരുന്നോ? അങ്ങനെ എന്തിന് മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടാകണം, അദ്ദേഹത്തിന്റെ പേര് എന്തിന് വീണ്ടും വലിച്ചിഴക്കണം എന്ന് ചിന്തിക്കാമായിരുന്നു. ഇപ്പൊ സംസാര വിഷയം ഇതാണല്ലോ, ഇപ്പൊ സംസാര വിഷയം ആയില്ലേ. അപ്പം അത് മനഃപൂർവ്വം ചെയ്തതായിട്ട് ഞങ്ങൾക്ക് തോന്നുള്ളൂ. നിങ്ങൾക്ക് അങ്ങനെ തോന്നും. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ അമ്മയുടെ ഒരു കേസിന്റെ പകർപ്പെടുത്ത് എന്റെ ആവശ്യത്തിന് മാറ്റി വെക്കാൻ പോയതാണ്, പബ്ലിസിറ്റി പോയതല്ല. ഞാൻ പറഞ്ഞല്ലോ, രഹസ്യമായിട്ട് ഞാൻ ചെയ്ത പരിപാടിയാണ്, ഒരു വ്യക്തിയും ചെയ്തിട്ടില്ല. പക്ഷെ അത് പരസ്യമായി. ഏത് സത്യവും എവിടെ കൊണ്ട് കുടിച്ചു മൂടിയാലും ഒരിക്കലും അത് പുറത്ത് വരണമല്ലോ. ഇതെന്റെ തലവിധിയാണല്ലോ ഇങ്ങനെ 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 വരണമെന്ന്. ഇനി എപ്പോഴാണ് വീണ്ടും ജയന്റെ മകനായിട്ട് തിരിച്ചു വന്നത്? അതൊരു ചോദ്യം ചോദിച്ചിട്ടില്ല മക്കള്. ആ ചോദ്യത്തിന് ഒത്തിരി വേണ്ടേ? ഈ 2001 പത്രവാർത്തയെ കഴിഞ്ഞ് ഞാൻ എൻ്റെ കാര്യം നോക്കി, എൻ്റെ കുടുംബമായി, കല്യാണമായി, 2 കുഞ്ഞുങ്ങളായി, എൻ്റെ കൂലിപ്പണിയൊക്കെ ചെയ്ത് എങ്ങനെ പോവാണ്. എനിക്ക് എല്ലാ പണികളും അറിയാം. അന്നൊരു ഞാൻ രംഗത്ത് വന്നിട്ടില്ല. എൻ്റെ ഫേസ്ബുക്കിലോ മറ്റൊന്നും ഞാൻ ഈ വക കാര്യങ്ങളോ വാർത്തകളോ ഒന്നും പ്രചരിപ്പിച്ചില്ല. എല്ലാ സംഭവം ഉണ്ട്, നിങ്ങൾക്ക് പരിശോധിക്കാം.